ഹായ് എവരിവൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് തെർമൽ എഞ്ചിനീയറിംഗിലെ 4th മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള എയർ കംപ്രസർ എന്ന ടോപ്പിക്കാണ്. വാട്ട് ഈസ് എയർ കംപ്രസർ? An air compressor is a machine to compress the air and to raise its pressure. നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ കാണുന്ന ഒരു എക്യുപ്മെൻ്റാണ് കംപ്രസർ. എന്താണ് അതിൻ്റെ ഫങ്ഷൻ? കംപ്രസ്ഡ് എയർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മെഷീനാണ് കംപ്രസർ. നമ്മൾ ധാരാളം നമ്മളെ വണ്ടികളിലെ ട്യൂബിൽ, ടയറിൻ്റെ ട്യൂബുകളിൽ എയർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കംപ്രസ്ഡ് എയറാണ് ഉപയോഗിക്കുക. അപ്പോൾ ധാരാളം ആപ്ലിക്കേഷൻ നമ്മൾ ഡെയിലി ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മെഷീനാണ് കംപ്രസർ. ദ എയർ കംപ്രസർ സക്സ് എയർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ, compress it and then delivers the same under a high pressure to a storage vessel. കാരണം അറ്റ്മോസ്ഫിയറിൽ നിന്നും എയർ സക്ക് ചെയ്തിട്ട് അതിനെ റിക്വയർഡ് ലെവലിലേക്ക് കംപ്രസ് ചെയ്തിട്ട് ആ കംപ്രസ്ഡ് എയർ ഒരു സ്റ്റോറേജ് വെസലിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ സ്റ്റോറേജ് വെസലിൽ നിന്ന് പൈപ്പ് വഴി നമുക്ക് എങ്ങോട്ടാണോ കംപ്രസ്ഡ് എയർ ആവശ്യമുള്ളത് അങ്ങോട്ട് കൊണ്ടുവന്ന് ആണ് നമ്മൾ ചെയ്യാറ്. ഇനി എന്തൊക്കെയാണ് കംപ്രസ്ഡ് എയറിൻ്റെ യൂസസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ? ഫസ്റ്റ് വൺ, ഫോർ ഫില്ലിംഗ് എയർ ഇൻ ട്യൂബ്സ് ഓഫ് വെഹിക്കിൾസ്. നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. ഇൻ ഓട്ടോമൊബൈൽ സർവീസ് സ്റ്റേഷൻ ടു ക്ലീൻ വെഹിക്കിൾ. നമ്മൾ ഓട്ടോമൊബൈൽ സർവീസ് സ്റ്റേഷനിലെ വാഹനങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്രസ്ഡ് എയർ ഉപയോഗിക്കാറുണ്ട്. ഫോർ സ്പ്രേ പെയിൻറ്റിങ്, ഫോർ ഓപ്പറേറ്റിംഗ് ന്യൂമാറ്റിക് ഡ്രിൽ റിവറ്റേഴ്സ്, റോഡ് ഡ്രിൽസ്. Fifth one, in starting and supercharging of IC engine. Sixth one, in gas turbine plants, jet engine, air motors for producing blast of air in blast furnace. Last one, in vehicle to operate air brake. In classification of air compressor, ധാരാളം ക്ലാസിഫിക്കേഷനെ നമുക്കിപ്പോൾ മെയിനായിട്ടുള്ള മൂന്നെണ്ണം നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു വർക്കിംഗ്, അതിൽ രണ്ടായിട്ട് ചെയ്തിട്ടുണ്ട്, റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ ആൻഡ് റോട്ടറി കംപ്രസർ. രണ്ടാമത്തേത് അക്കോർഡിംഗ് ടു ആക്ഷൻ, സിംഗിൾ ആക്ടിംഗ് കംപ്രസർ ആൻഡ് ഡബിൾ ആക്ടിംഗ് കംപ്രസർ. സിംഗിൾ ആക്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിസ്റ്റൺ സിലിണ്ടർ നമ്മളിപ്പോൾ ഒരു സൈഡിൽ മാത്രമാണ് അതിൻ്റെ ഇതുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് സിംഗിൾ ആക്ടിംഗ് എന്ന് പറയും. അതിൻ്റെ പിസ്റ്റൻ്റെ രണ്ട് സൈഡിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എയറിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഡബിൾ ആക്ടിംഗ് കംപ്രസർ എന്ന് പറയും. അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സ്റ്റേജസ്, എത്ര സ്റ്റേജസ് ആയിട്ട് കംപ്രസ് ചെയ്യുന്ന സിംഗിൾ സ്റ്റേജ് കംപ്രസർ ആൻഡ് മൾട്ടി സ്റ്റേജ് കംപ്രസർ. ഓക്കെ, നമുക്കിനി സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ നോക്കാം. നമ്മൾ എപ്പോഴും കാണുന്ന ഈ ഒരു കംപ്രസറിൻ്റെ ഫിഗറാണ്. ഒരു സ്റ്റോറേജ് ടാങ്ക് ഉണ്ടാവും. നമ്മുടെ മനസ്സിൽ വരുന്ന കംപ്രസർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിഗറാണ് നമുക്ക് കാണാനേ. ഒരു സ്റ്റോറേജ് ടാങ്ക് ഉണ്ടാവും, പിന്നെ ഒരു മോട്ടർ ഉണ്ടാവും. ഒന്നെങ്കിൽ ഇലക്ട്രിക് മോട്ടർ ആയിരിക്കും അല്ലെങ്കിൽ IC എഞ്ചിനാണ് ഇതിനെ പ്രൈം മൂവറായിട്ട് ഉപയോഗിക്കുക. ഈ കംപ്രസറിന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെക്കാനിക്കൽ വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക ഒന്നെങ്കിൽ ഇലക്ട്രിക് മോട്ടർ അല്ലെങ്കിൽ IC എഞ്ചിനാണ് ഉപയോഗിക്കുക. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ സക്ക് ചെയ്തിട്ട് ഇതിനെ കംപ്രസ്ഡ് എയർ ആക്കിയതിന് ശേഷം അത് ഒരു സ്റ്റോറേജ് ടാങ്കിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എന്താണെന്നല്ല, അതിൽ ഒരു സിലിണ്ടർ ഉണ്ടാവും, അതുപോലെ ഒരു പിസ്റ്റൺ ഉണ്ടാവും. ഒരു എക്സ്റ്റേണൽ സോഴ്സ് കൊടുക്കും. ആ സിലിണ്ടറിന് ഹെഡിൽ രണ്ട് വാൽവുകൾ ഉണ്ടാവും, ഇൻലെറ്റ് വാൽവും അതുപോലെ ഔട്ട്ലെറ്റ് വാൽവും ഉണ്ടാവും. അത് പ്രഷർ ഡിഫറൻസ് കാരണം ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യും. ഇതിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ പറയുന്നത്. വെൻ പിസ്റ്റൺ മൂവ്സ് ഡൗൺവേർഡ്സ്, TDCയിൽ നിന്നും BDCയിലേക്ക് പിസ്റ്റൺ മൂവ് ചെയ്യുന്ന സമയത്ത് സിലിണ്ടറിനകത്തുള്ള പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കുറയുകയും അപ്പോൾ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവുകയും എയർ സിലിണ്ടറിനകത്തേക്ക് കയറുകയും ചെയ്യും. ഡ്യൂറിങ് റിട്ടേൺ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ BDCയിൽ നിന്നും TDCയിലേക്ക് പിസ്റ്റൺ മൂവ് ചെയ്യും. കാരണം മുകളിലേക്ക് പിസ്റ്റൺ മൂവ് ചെയ്യുന്ന സമയത്ത് സിലിണ്ടറിനകത്തുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആവുകയും
ഒരു ഡിസൈർഡ് ലെവൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കൂടും. അപ്പോൾ പ്രഷർ എയർ കംപ്രസ് ആവും, വോളിയം ഡിക്രീസ് ചെയ്യാണ്, കംപ്രസ് ആവും. പിന്നെ ഒരു ഡിസൈർഡ് ലെവൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡെലിവറി വാൽവ് ഓപ്പൺ ആയിട്ട്, ഡിസ്ചാർജ് വാൽവ് ഓപ്പൺ ആയിട്ട് അത് നമ്മൾ എവിടെയാണോ സ്റ്റോർ ചെയ്യുന്നത് ആ സ്റ്റോറേജിലേക്ക് അല്ലെങ്കിൽ ആ റിസീവറിലേക്ക് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. ഇതാണ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ടി ഡി സിയിൽ നിന്നും ബി ഡി സിയിലേക്ക് വരുന്ന സമയത്ത് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവും. ഈ വാൽവ് ഓപ്പൺ ആവും. അപ്പോൾ എയർ അതിനേക്ക് സക്ക് ചെയ്യും. എന്നിട്ട് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് രണ്ടാമത്തെ സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഡി സിയിൽ നിന്നും ടി ഡി സിയിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യും, ആ എയറിന് കംപ്രസ് ആകും. അപ്പോൾ ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആണ്. ഒരു ഡിസൈർഡ് ലെവൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ഡിസ്ചാർജ് വാൽവ് ഓപ്പൺ ആയിട്ട് അത് നമ്മൾ സ്റ്റോറേജ് ടാങ്കിലേക്ക് പോകും. ഇതാണ് സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വർക്ക് ഡൺ ബൈ എ സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ വിത്തൗട്ട് ക്ലിയറൻസ് വോളിയം. ഇതിൻ്റെ വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷനാണ്. ഇതിൻ്റെ പി വി ഡയഗ്രം, ടി എസ് ഡയഗ്രമാണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. കാരണം ഇവിടെ നമ്മൾ ക്ലിയറൻസ് വോളിയം കൺസിഡർ ചെയ്യുന്നില്ല. നമുക്ക് നോക്കാനുള്ളത് ഇതിൽ മൂന്ന് കേസ് ഉണ്ട്. ഐസോതെർമൽ, അതുപോലെ പോളിട്രോപ്പിക് ആൻഡ് ഐസെൻട്രോപ്പിക്. ഐസോതെർമലിൽ നടക്കുന്ന പ്രോസസ്സാണ് ഫസ്റ്റ് ഇന്നർ ലൈനിൽ ഈ കാണിച്ചിട്ടുള്ളത്. നടുക്കത്തത് പോളിട്രോപ്പിക് ആണ്. ഏറ്റവും ഔട്ടറിലുള്ളത് ഐസെൻട്രോപ്പിക് ആണ്, എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ ടി എസ് ഡയഗ്രാണ് ഇവിടെ കാണിച്ചത്. ഐസോതെർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി എസ് ഡയഗ്രത്തിൽ ഹൊറിസോണ്ടൽ ആയിരിക്കും, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ഐസെൻട്രോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും, എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണ്. പോളിട്രോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടി എസ് ഡയഗ്രത്തിൽ ഒരു ഇൻക്ലൈൻ ലൈൻ ആയിരിക്കും. ഓക്കെ, പോളിട്രോപ്പിക് പ്രോസസ്സ്. അപ്പോൾ ഇതാണ് ഇതിലെ P1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പ്രഷർ, V1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോളിയം, T1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ടെമ്പറേച്ചർ, P2, V2, T2 എന്നാൽ ആഫ്റ്റർ കംപ്രഷനുള്ള അല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് ആണ് കംപ്രഷൻ നടന്നു കഴിഞ്ഞാൽ. R എന്നുള്ളത് പ്രഷർ റേഷ്യോ ആണ്. പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P2/P1 ആണ്. രണ്ട് പ്രഷറേ ഉള്ളൂ ഇവിടെ. P2 എന്നുള്ള ഡിസ്ചാർജ് പ്രഷറും P1 എന്നുള്ള ഇനീഷ്യൽ പ്രഷറും. ഇനി നമ്മളതിൻ്റെ ഡെറിവേഷനൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതിലുള്ളത് നമ്മൾ ഫൈനൽ എക്സ്പ്രഷൻ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കേസ് വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ കംപ്രഷൻ, അതിനുള്ള ഇക്വേഷനാണ് W = 2.3 P1 V1 log V1/V2. ഇതൊരു ഇക്വേഷനാണ്. ഇനി P1 V1 ഈക്വൽ ടു ഐസോതെർമലാണ്. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എന്താ? P1 V1 = P2 V2. PV = കോൺസ്റ്റൻ്റ് എന്ന എക്സ്പ്രഷനിലാണ്. ഇത് ഐസോതെർമൽ പ്രോസസ്സ് ആയതുകൊണ്ട്. അപ്പോൾ അതിൽ നിന്ന് V1/V2 = P2/P1 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതാം. പിന്നെ PV = MRT, P1 V1 = MRT1. ആ ഇക്വേഷനിലെ P2/P1 നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു. എന്താണ്? പ്രഷർ റേഷ്യോ. പ്രഷർ റേഷ്യോക്ക് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ R ആണ്. പിന്നെ P1 V1 = MRT1. 2.3 MRT ആണ്. ഈ P1 V1 പകരം എന്താ ചെയ്തു? MRT1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഈ 4 ഇക്വേഷനും ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സിൻ്റെ വർക്ക് ഡണിലെ ഇക്വേഷനാണ്. 4ഉം സെയിം ആണ്. ഒന്ന് പഠിച്ചാൽ ഒന്ന് മറ്റൊന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, ഇനി പോളിട്രോപ്പിക് പ്രോസസ്സ്. പോളിട്രോപ്പിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജനറൽ ഇക്വേഷൻ PV⁻n = കോൺസ്റ്റൻറ്റ്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിട്രോപ്പിക് ഇൻഡെക്സ്. എന്നിൻ്റെ വാല്യൂ എത്രയാവാം? അപ്പോൾ n/n - 1 ഇൻറ്റു P2 V2 മൈനസ് P1 V1. ഇതാണ് ജനറൽ ഇക്വേഷൻ. ഇതിനെ നമ്മൾ P1 V1 ഔട്ട് സൈഡിൽ എടുത്തിട്ട് P2 V2 P1 V1 - 1 എന്ന് എഴുതി. എന്നിട്ട് ഈ P2/P1 V2/V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. P2/P1 n - 1. പിന്നെ ഈ P1 V1 MRT1 കൊടുക്കുകയാണ് ഇവിടെ ചെയ്തത്. പിന്നെ ഈ ഇക്വേഷന് നേരെ ഇങ്ങനെ എഴുതാം. n/n - 1 P2 V2 = MR × T2 - T1. അപ്പോൾ 5 ഇക്വേഷനുണ്ട്. 5 ഏത് എഴുതിയാലും സെയിം ആണ്. അപ്പോൾ ഇതാണ് ഇത് വെച്ച് പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പോൾ ഇക്വേഷൻ ഓർത്തിരിക്കുക.
ഇനി അടുത്തത് മൂന്നാമത്തെ കേസ്, വർക്ക് ഡൺ ഡ്യൂറിങ് ഐസെൻട്രോപിക് കംപ്രഷൻ. ഐസെൻട്രോപിക് കംപ്രഷൻ എന്നുള്ളത് നമുക്ക് എന്ത് മാറ്റിയാൽ മതി? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച പോളിട്രോപിക് പ്രോസസ്സിൽ പഠിച്ച് അവിടെ എന്നിന് പകരം ഗാമ റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. ഇക്വേഷൻ ആ n/n-1 എന്നുള്ളത് ഗാമ/ഗാമ, n എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഗാമ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ കറക്റ്റ് ആവും. ഗാമ/γ-1 ഇൻറ്റു P1 V1 ഇൻറ്റു P2/P1 ഓൾ റൈസ് ടു γ-1/γ-1 ഫസ്റ്റ് ഇക്വേഷൻ. അതുപോലെ P1 V1 പകരം MRT1 കൊടുത്ത സെക്കൻഡ് ഇക്വേഷൻ. പിന്നെ എന്താണ് ഫസ്റ്റിലെ നമ്മൾ ലാസ്റ്റ് പഠിച്ചിരുന്നു n/n-1 ഇൻറ്റു MRT2 - T1, അതിന് പകരം γ/γ-1 ഇൻറ്റു MR ഇൻറ്റു T2 - T1. ഓക്കെ. ഇനി പവർ റിക്വയർഡ് ടു ഡ്രൈവ് എ സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ. എന്താണ് അതിനുള്ള ഇക്വേഷൻ എന്താണ്? ഒരു സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ വർക്ക് ചെയ്യാൻ വേണ്ട ആവശ്യമായ പവർ എത്രയാണെന്ന്. അപ്പോൾ അതിൻ്റെ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. NW എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വർക്കിംഗ് സ്ട്രോക്ക് പെർ മിനിറ്റ്. N എന്ന് പറഞ്ഞാൽ കംപ്രസറിൻ്റെ RPM, സ്പീഡ് ഓഫ് ദ കംപ്രസർ ഇൻ RPM-ലുള്ള സ്പീഡിനെയാണ് N എന്ന് നോട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് NW = N ആണ്. സിംഗിൾ ആക്ടിംഗ് കംപ്രസർ ആണെങ്കിൽ NWയുടെ വാല്യൂ N തന്നെയാണ്. ഡബിൾ ആക്ടിംഗ് കംപ്രസർ ആണെങ്കിൽ NWയുടെ വാല്യൂ വർക്കിംഗ് സ്ട്രോക്ക് 2N ആണ്. എന്നാൽ സിംഗിൾ ആക്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിസ്റ്റൺ ഒരു സൈഡിൽ മാത്രമാണ് എയർ ഉണ്ടാവുള്ളൂ. നമ്മൾ നോർമൽ കേസ് എയർ സക്ക് ചെയ്യുമ്പോഴും കംപ്രസ് ചെയ്യുമ്പോഴും പിസ്റ്റൻ്റെ ഒരു സൈഡിൽ മാത്രം. മറ്റേത് ഡബിൾ ആക്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിസ്റ്റൺ ഒരു സൈഡിലേക്ക് കംപ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് സക്ഷൻ നടക്കുന്നുണ്ടാവും. അതുപോലെ നമ്മൾ സക്ഷൻ നടക്കുമ്പോൾ മറ്റേ സൈഡ് കംപ്രഷൻ നടക്കുന്നുണ്ടാവും. ഈ ഒരു രണ്ട് സൈഡിലും ആ എയർ ഉണ്ടെന്നുണ്ടെങ്കിൽ, എയറിന് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനാണ് ഡബിൾ ആക്ടിംഗ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് സ്ട്രോക്കിൻ്റെ വാല്യൂ മാറും. P = W ഇൻറ്റു നമ്പർ ഓഫ് വർക്കിംഗ് സ്ട്രോക്ക് ഡിവൈഡഡ് ബൈ 60. ഇനി 2 സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ. മൾട്ടി സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലധികമോ സ്റ്റേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മൾട്ടി സ്റ്റേജ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് 2 സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ. അതിൽ ഒരു ലോ പ്രഷർ സിലിണ്ടർ ഉണ്ടാവും, ഹൈ പ്രഷർ സിലിണ്ടർ ഉണ്ടാവും. ഈ ലോ പ്രഷർ സിലിണ്ടറിനെയും ഹൈ പ്രഷർ സിലിണ്ടറിനെയും ഇടയിൽ സീരീസ് ആയിട്ട് ഒരു ഇൻ്റർകൂളർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഫസ്റ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ P1 T1 ആണ്. അതിനെ ഫസ്റ്റ് ലോ പ്രഷർ സിലിണ്ടറിൽ വെച്ചിട്ട് കംപ്രസ് ചെയ്ത് P2 T2 ആയിട്ട് മാറി. എന്നിട്ട് അതിനെ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ കൂൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. P2 T2 എന്നുള്ള ഇവിടുത്തെ പ്രഷർ P2 തന്നെയാണ്, ടെമ്പറേച്ചർ T3 ആയിട്ട് ഡിക്രീസ് ചെയ്യും. കൂൾ ചെയ്തു, കാരണം കൂളിംഗ് വാട്ടർ പാസ് ചെയ്തിട്ട് അതിനെ കൂൾ ചെയ്ത് ഹീറ്റ് എക്സ്ചേഞ്ചർ ആയിട്ടാണ് ഈ ഇൻ്റർകൂളർ ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് അത് വീണ്ടും അടുത്ത ഹൈ പ്രഷർ സിലിണ്ടറിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യണം, വീണ്ടും കംപ്രസ് ചെയ്യാണ്. P3 ആൻഡ് T4 ടെമ്പറേച്ചർ വീണ്ടും മാറും. അപ്പോൾ ഇങ്ങനെ 2 സ്റ്റേജായിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർകൂളർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത് പറയുന്നത്. ദ ഫ്രഷ് എയർ സക്ഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ഇൻ ദ ലോ പ്രഷർ സിലിണ്ടർ ഡ്യൂറിങ് ഇറ്റ്സ് സക്ഷൻ സ്ട്രോക്ക് ഇൻടേക്ക് പ്രഷർ P1 ആൻഡ് ടെമ്പറേച്ചർ T1. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആ ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി ഇൻ്റർകൂളർ എന്താണ്? ഇൻ്റർകൂളർ ഈസ് സിംപ്ലി എ ഹീറ്റ് എക്സ്ചേഞ്ചർ ഇൻ വിച്ച് ഹീറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം എയർ ആഫ്റ്റർ കംപ്രഷൻ. കാരണം ഒരു കംപ്രഷൻ കഴിഞ്ഞതിന് ശേഷം അതിനകത്തുള്ള ഹീറ്റ് റിമൂവ് ചെയ്യുന്നതിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ഇൻ്റർകൂളർ, ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. കൂളിംഗ് വാട്ടർ പാസ് ത്രൂ ദ ട്യൂബ്സ് ആൻഡ് എയർ സർക്കുലേറ്റ്സ് ഓവർ ദ ട്യൂബ്സ് ത്രൂ ദ സിസ്റ്റം ഓഫ് ബാഫിൾസ്. കാരണം ഈ ഇതിലെ കൂളിംഗ് വാട്ടർ പാസ് ചെയ്യുന്ന ട്യൂബുകൾ ഇതിൽ കാണാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ബാഫിൾസ് വെച്ചിട്ടുണ്ട്, അതിന് പുറത്തുകൂടെയാണ് എയർ പാസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ആ അകത്തുള്ളതിലൂടെ കൂളിംഗ് വാട്ടർ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലൂടെ അതിൻ്റെ പുറത്ത് ടച്ച് ചെയ്തുകൊണ്ടാണ് ഈ എയർ പോകുന്നത്. അപ്പോൾ എയറിൻ്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ആയി. ഇൻ്റർകൂളർ ഈസ് മൗണ്ടഡ് ഹൊറിസോണ്ടലി ബിറ്റ്വീൻ ദ സിലിണ്ടേഴ്സ്. ഹൊറിസോണ്ടലിയാണ് ഇൻ്റർകൂളർ കണക്ട് ചെയ്യുക. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് മൾട്ടി സ്റ്റേജ് കംപ്രഷൻ. സിംഗിൾ സ്റ്റേജ് കംപ്രഷനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് മൾട്ടി സ്റ്റേജ് കംപ്രഷൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ദ വർക്ക് ഡൺ പെർ കിലോഗ്രാം ഓഫ് എയർ ഈസ് റെഡ്യൂസ്ഡ്.
in multi-stage compression with intercooler as compared to single stage compression for the same delivery pressure. സെയിം ഡെലിവറി പ്രഷറിൽ നമ്മളൊരു സിംഗിൾ സ്റ്റേജ് കംപ്രഷൻ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും അത്രയും വർക്ക് ഡൺ വേണ്ട എന്തിന് മൾട്ടി സ്റ്റേജ് കംപ്രഷൻ വിത്ത് ഇൻ്റർകൂളർ വെക്കുകയാണെങ്കിൽ. കാരണം അത്രയും വർക്ക് കൊടുക്കേണ്ട ആവശ്യം, കാരണം വർക്ക് കൺസ്യൂമിങ് ഡിവൈസാണ് കംപ്രഷൻ. അപ്പോൾ അതിലേക്ക് അത്രയും വർക്ക് ഡൺ പെർ കിലോഗ്രാം വർക്ക് ആവശ്യമില്ല. വർക്ക് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും മൾട്ടി സ്റ്റേജ് വിത്ത് ഇൻ്റർകൂളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. രണ്ടാമത്തേത് ഇറ്റ് ഇംപ്രൂവ്സ് ദ വോളിമെട്രിക് എഫിഷ്യൻസി ഫോർ ദ ഗിവൺ പ്രഷർ റേഷ്യോ. വോളിമെട്രിക് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തേത് സൈസ് ഓഫ് ദ ടു സിലിണ്ടർ മേ ബി അഡ്ജസ്റ്റഡ് ടു സ്യൂട്ട് ദ വോളിയം ആൻഡ് ദ പ്രഷർ ഓഫ് ദ എയർ. നാലാമത് ഇറ്റ് റെഡ്യൂസ് ദ ലീക്കേജ് ലോസ് കൺസിഡറബിളി. അഞ്ചാമത് ഇറ്റ് ഗിവ്സ് മോർ യൂണിഫോം ടോർക്ക് ആൻഡ് ഹെൻസ് സ്മോളർ സൈസ് ഫ്ലൈവീൽ ഈസ് റിക്വയർഡ്. എന്നാൽ ഫ്ലൈവീലിൻ്റെ സൈസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് പ്രൊവൈഡ്സ് എഫക്റ്റീവ് ലൂബ്രിക്കേഷൻ ബിക്കോസ് ഓഫ് ലോവർ ടെമ്പറേച്ചർ റേഞ്ച്. ഇറ്റ് റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് കംപ്രസറിൻ്റെ കോസ്റ്റ് കുറക്കാൻ പറ്റും. പ്രഷർ ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്, ഒറ്റയടിക്ക് പ്രഷർ. അപ്പം വലിയ ലാർജ് കംപ്രസർ വേണ്ട, അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കുറക്കാൻ പറ്റും. ഇനി എഫിഷ്യൻസീസ് ഓഫ് എയർ കംപ്രസർ. 5 എഫിഷ്യൻസീസ് നമ്മൾക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റത്തെ കംപ്രസർ എഫിഷ്യൻസി. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വർക്ക് ഓർ പവർ. എന്നാൽ വർക്കിൻ്റെ ഇതിലും പറയാം, പവറിൻ്റെ ഇതിലും എഫിഷ്യൻസി പറയാം. പവർ പറയുമ്പോൾ രണ്ടും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പവർ ആയിരിക്കണം. വർക്ക് പറയുമ്പോൾ വർക്ക് ഡൺ പറയുമ്പോൾ രണ്ടിടത്തും വർക്കായിരിക്കും. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വർക്ക് റിക്വയർഡ് ടു കംപ്രസ് ദ എയർ ഐസോതെർമലി ടു ദ ആക്ച്വൽ വർക്ക് റിക്വയർഡ് ടു കംപ്രസ് ദ എയർ ഫോർ ദ സെയിം പ്രഷർ റേഷ്യോ. എന്നാൽ കംപ്രസർ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ പവർ ഡിവൈഡ് ബൈ ഇൻഡിക്കേറ്റഡ് പവർ. ഐസോതെർമൽ പവർ ഡിവൈഡ് ബൈ ഇൻഡിക്കേറ്റഡ് പവർ. ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന് എത്ര ഫ്രിക്ഷണൽ പവർ കഴിഞ്ഞിട്ട് ആ ബ്രേക്ക് പവറിന് എത്ര കിട്ടി എന്നുള്ളതാണ് ഇൻഡിക്കേറ്റഡ് പവർ. മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റഡ് പവർ ഡിവൈഡ് ബൈ ഷാഫ്റ്റ് പവർ അല്ലെങ്കിൽ ബ്രേക്ക് പവർ. എന്നാൽ ഷാഫ്റ്റ് പവറും ബ്രേക്ക് പവറും സെയിം ആണ്. ഇത് എന്തിൻ്റെയാണ്? മോട്ടറിനെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണ്? ഇലക്ട്രിക് മോട്ടറാണ്. അപ്പോൾ ഇലക്ട്രിക് മോട്ടറിൻ്റെ ഷാഫ്റ്റ് പവർ അല്ലെങ്കിൽ അതിൻ്റെ ആ മോട്ടറിൻ്റെ ബ്രേക്ക് പവറാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന ബ്രേക്ക് പവറിൽ നിന്നും കുറച്ച് പാർട്ട് ആ ഫ്രിക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് ഒഴിവായി പോകും. അപ്പോൾ അത് കഴിച്ചിട്ടുള്ളതാണ് ഇൻഡിക്കേറ്റഡ് പവർ കിട്ടുള്ളൂ. കംപ്രസറിൻ്റെ കേസിൽ ഇൻഡിക്കേറ്റഡ് പവർ ഈസ് ലെസ് ദാൻ ബ്രേക്ക് പവർ. അത് നെക്സ്റ്റ് എഫിഷ്യൻസിയാണ് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി. ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസെൻട്രോപ്പിക് പവർ ഡിവൈഡ് ബൈ ബ്രേക്ക് പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ കംപ്രസർ. ബ്രേക്ക് പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ കംപ്രസർ എന്ന് പറഞ്ഞാൽ സിംപ്ലി ബ്രേക്ക് പവർ അല്ലെങ്കിൽ ഷാഫ്റ്റ് പവർ ആണ്. കാരണം കംപ്രസർ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അല്ലെ അത് ബ്രേക്ക് പവർ ആവാം അല്ലെങ്കിൽ ഷാഫ്റ്റ് പവർ, രണ്ടും സെയിം ആണ്. എന്തിൻ്റെ ബ്രേക്ക് പവർ? ഒന്നുകിൽ മോട്ടറിൻ്റെ ബ്രേക്ക് പവർ അല്ലെങ്കിൽ ഷാഫ്റ്റ് പവർ. എന്നാൽ മോട്ടറാണ് നമ്മളെ പ്രൈം മൂവർ, അതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ കംപ്രസറിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഇനി ഐസോതെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഐസോതെർമൽ പവർ ഡിവൈഡ് ബൈ ഷാഫ്റ്റ് പവർ അല്ലെങ്കിൽ ബ്രേക്ക് പവർ. കാരണം ഇവിടെ ഈ രണ്ട് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസിയിലും ഐസോതെർമൽ എഫിഷ്യൻസിയിലും ഡിനോമിനേറ്റർ എന്താണ്? ഷാഫ്റ്റ് പവർ അല്ലെങ്കിൽ ബ്രേക്ക് പവറാണ്, സെയിം ആണ്. ന്യൂമറേറ്റർ മാത്രമാണ് ചേഞ്ച് ആവുന്നുള്ളൂ. അപ്പോൾ ഐസെൻട്രോപ്പിക് വർക്ക് ഡൺ ആണ്. ഐസെൻട്രോപ്പിക് വർക്ക് ഡൺ ഈസ് ഗ്രേറ്റർ ദാൻ ഐസോതെർമൽ വർക്ക് ഡൺ. അപ്പോൾ നമുക്ക് പറയാം ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഈസ് ഗ്രേറ്റർ ദാൻ ഐസോതെർമൽ എഫിഷ്യൻസി. പക്ഷേ നമ്മൾ വർക്ക് കുറവുള്ള, കംപ്രസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് കൺസ്യൂമിങ് ഡിവൈസാണ്. അപ്പോൾ വർക്ക് കുറവുള്ള ഇതാണ് നമ്മൾ ചൂസ് ചെയ്യുക. എന്നാൽ വർക്ക് കുറവുള്ള ഇത് ഏതാ? ഐസോതെർമൽ വർക്ക് ഡൺ ആണ് ചെറുത്. അപ്പോൾ ഐസോതെർമൽ വർക്ക് ചെയ്യുന്ന ഇതാണ് നമ്മൾ ബെറ്റർ ആയിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ. ഇനി വോളിമെട്രിക് എഫിഷ്യൻസി എന്താണ്? വോളിമെട്രിക് എഫിഷ്യൻസി വോളിയം ഓഫ് ഫ്രീ എയർ ഡെലിവറി പെർ സ്ട്രോക്ക് ഡിവൈഡ് ബൈ സ്വെപ്റ്റ് വോളിയം ആണ്. അത്
വോളിയം ഓഫ് ഫ്രീ എയർ ഡെലിവറി പെർ സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആക്ച്വൽ വോളിയമാണ്. എത്ര വോളിയം എയർ സക്ക് ചെയ്തു എന്നുള്ള ആക്ച്വൽ വോളിയം ഡിവൈഡ് ബൈ സെപ്റ്റ് വോളിയത്തിനെയാണ് നമ്മൾ വോളിമെട്രിക് എഫിഷ്യൻസി എന്ന് പറയാം. ഇതിന് ഒരു എക്സ്പ്രഷൻ ഉണ്ട്, കെ എന്നുള്ളത് ക്ലിയറൻസ് റേഷ്യോ ആണ്. ആ ക്ലിയറൻസ് വോളിയം ഡിവൈഡ് ബൈ സ്വെപ്റ്റ് വോളിയം ആണ് എന്നുണ്ടെങ്കിൽ അതിനെ കെ എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വോളിമെട്രിക് എഫിഷ്യൻസി ഈക്വൽ ടു 1 പ്ലസ് കെ മൈനസ് കെ ഇൻറ്റു P2/P1 ഓൾ റേസ് ടു 1/n എന്നുള്ള ഒരു ഫോർമുല നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് പ്രഷർ റേഷ്യോ അല്ലെങ്കിൽ കംപ്രഷൻ റേഷ്യോ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിമെട്രിക് എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യുന്നു എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി റോട്ടറി കംപ്രസർ. റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ ഹൈ സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് ലാർജ് ഇനർഷ്യ ഫോഴ്സ് ഉണ്ട്. അത് കാരണം സ്ലോ സ്പീഡിലേ നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റോട്ടറി കംപ്രസറിലാണെങ്കിലോ ഒരു റെസിപ്രോക്കേറ്റിംഗ് പാർട്സുകളൊന്നുമില്ല. അതിൽ രണ്ട് സർഫസുകളുടെ ഇടയിൽ നിന്ന് എയർ റൊട്ടേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്യൂസ് ചെയ്ത് ആണ് അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത്. റോട്ടറി കംപ്രസർ സപ്ലൈ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് എയർ. പിന്നെ അതിൻ്റെ ഡെലിവറി പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്രോക്കേറ്റിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ റിലേറ്റീവ്ലി ലോ ആയിരിക്കും. പിന്നെ മച്ച് ഹയർ സ്പീഡിൽ റോട്ടറി കംപ്രസർ വർക്ക് ചെയ്യും. അതിൽ ഫസ്റ്റ് വരുന്ന റോട്ടറി കംപ്രസറിൽ വരുന്ന ഒരു കേസാണ് റൂട്ട്സ് ബ്ലോവർ കംപ്രസർ. ഈ റൂട്ട്സ് ബ്ലോവർ കംപ്രസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റോട്ടേഴ്സ് ഉണ്ടാവും. അതിൽ 2 ലോബുകളുണ്ടാവും. 2 ലോബുള്ളതുകൊണ്ട് 3 ലോബുള്ളതുകൊണ്ട്. ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് 2 ലോബ് ഉള്ള ഇതാണ്. അപ്പോൾ ഓരോ റോട്ടറിനെയും ഓരോ ലോബിനെയും 2 ലോബിനെ ഇതിന് വർക്ക് ചെയ്യിക്കാൻ ഒരു റോട്ടർ പുറകിലുണ്ട്. അപ്പോൾ ആ ഒരു സ്പർ ഗിയർ വെച്ചാണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്നാൽ ഈ ഒരു ബാക്കിയുള്ള സ്ഥലത്ത് എയർ നിന്ന് കംപ്രസ്സായിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ പ്രഷർ ഇൻക്രീസ് ആകുന്നത്. എന്നിട്ട് ഇതിലൂടെ എയർ കയറി ഇതിലൂടെ ഡിസ്ചാർജ് ആവുന്ന പ്രോസസ്സാണ്. അപ്പോൾ കേസിങ്ങിൻ്റെയും ആ റോട്ടേഴ്സിൻ്റെയും ഇടയിൽ കിടന്നിട്ട് എയർ സ്ക്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് കംപ്രസ് ആവുന്ന പ്രോസസ്സാണ് റൂട്ട്സ് ബ്ലോവർ കംപ്രസർ. ഇനി വെയിൻ ബ്ലോവർ കംപ്രസർ. ഇതിൽ ഒരു കേസിങ്ങിനകത്ത് ഒരു ഡ്രം ഉണ്ട്. ആ ഡ്രം സെൻറ്റർ ഓഫ് ഡ്രമ്മും സെൻറ്റർ ഓഫ് കേസിങ്ങും എക്സെൻട്രിക് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡ്രമ്മ് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഒരു വോളിയം ഓഫ് എയർ ട്രാപ്പ് ചെയ്യും ഈ എന്തിൻ്റെ ഇടയിൽ, ഈ വെയിൻസിൻ്റെയും കേസിങ്ങിൻ്റെ ഇടയിൽ കിടന്ന് കുടുങ്ങിക്കിടക്കും. അപ്പോൾ ആ കുടുങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ടൈറ്റ് ആവുക എന്നുള്ളതാണ്. ആ ടൈറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. എയർ ഈസ് പാർഷ്യലി കംപ്രസ്ഡ് ഡ്യൂ ടു ദ ഡിക്രീസ് ഇൻ വോളിയം ബിറ്റ്വീൻ ദ ഡ്രം ആൻഡ് കേസിങ് അറ്റ് ദ ഡെലിവറി സൈഡ്. ആണ് ഇവിടെ ഇൻടേക്ക് എന്നുള്ള ഈ ഒരു സൈഡിലെവിടെയാണ് എയർ ഇൻടേക്ക് നടക്കുന്നത്, എയർ ഔട്ടാവുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിലൂടെ കയറി ഇവിടെ എത്തുമ്പോഴേക്ക് എയർ ഒന്ന് ടൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തോട്ട് ഇതൊരു എക്സെൻട്രിക് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് റൊട്ടേറ്റിംഗ് ആണ് ഈ വെയിൻസും അതുപോലെ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കാരണം ഇത് പുറത്തേക്ക് ഈ കേസിങ്ങിലേക്ക് ഒരു തള്ളിച്ച ഉണ്ടാവും. അപ്പോൾ അതിൽ റൊട്ടേറ്റ് ചെയ്യുന്ന കാരണം അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഇനി സെൻട്രിഫ്യൂഗൽ കംപ്രസർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫസ്റ്റ് ഇതിൻ്റെ ഫിഗർ ഒന്ന് നോക്കാം. ഇതാണ് സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ ഇത്. ഒരു ഇമ്പലർ ഉണ്ട്. ആ ഇമ്പലറിനെ കണക്ട് ചെയ്തിട്ട് ഒരു ഡിഫ്യൂസർ ഉണ്ട്. ആ ഡിഫ്യൂസറിനെ ഇത് ഒരു ബോളിവുഡ് കേസിങ്ങിനകത്താണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എക്സെൻട്രിക് ഇങ്ങോട്ട് ഏരിയ കൂടി വരികയാണ്. കാരണം എയർ കിടക്കുന്നത് ഇവിടെയാണ്. കാരണം ഐ ഓഫ് ദ ഇമ്പലർ ഇതാണ്. അതിൻ്റെ മറ്റ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് എയർ ഇൻടേക്ക് അകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്. എന്നിട്ട് ആ എയർ എൻ്റർ ചെയ്ത് ഇതിലൂടെ ഇങ്ങനെ ഡിസ്ചാർജ് ആവുകയാണ് ചെയ്യുന്നത് ഡെലിവറിയിലേക്ക്. കാരണം അപ്പോഴേക്ക് പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണ്. കാരണം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ആണ്. കൈനറ്റിക് എനർജി കൺവേർട്ടഡ് ടു പ്രഷർ എനർജി ആയിട്ട് അതിൻ്റെ
പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റൊട്ടേറ്റിംഗ് ഇമ്പലർ സറൗണ്ടഡ് ബൈ എ ഡിഫ്യൂസർ. ദ ഇമ്പലർ ആൻഡ് ഡിഫ്യൂസർ ആർ എക്സെൻട്രിക് ആൻഡ് ഓർ എൻക്ലോസ്ഡ് ഇൻ എ വൊല്യൂട്ട് കേസിംഗ്. The clearance between casing and diffuser gradually increases towards delivery side. എന്നാൽ ഡെലിവറി സൈഡിലേക്ക് പോകുമ്പോൾ തോറും ആ ക്ലിയറൻസ് ഏരിയ അല്ലെങ്കിൽ ക്ലിയറൻസിൻ്റെ ഇത് കൂടി വരികയാണ്. ദ എയർ എൻറ്റേഴ്സ് ത്രൂ ദ ഐ ഓഫ് ദ ഇമ്പലർ ഡ്യൂ ടു ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. എയർ ഫ്ലോസ് റേഡിയലി ഔട്ട്വേർഡ് വിത്ത് ഹൈ വെലോസിറ്റി. അങ്ങനെ സെൻട്രിഫ്യൂഗൽ പമ്പിൽ നടക്കുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടാണ് ഇവിടെ നടക്കുന്നത്. ആസ് ദ എയർ മൂവിങ് ഔട്ട്വേർഡ്, more air flows into the impeller, creating a continuous airflow. The air at high velocity passes into a diffuser, where the kinetic energy acquired is converted into pressure energy. The air at high pressure is delivered to the receiver through the divergent passage of casing. ഇനി ലാസ്റ്റ് വണ്ണാണ് ആക്സിയൽ ഫ്ലോ കംപ്രസർ. ആക്സിയൽ ഫ്ലോ കംപ്രസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു കേസിംഗ് ഉണ്ട്, ഒരു ഡ്രമ്മും ഉണ്ട്. ആ കേസിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്തുള്ള ഈ രണ്ടതാണ് കേസിങ്. ആ കേസിങ്ങിൽ ഫിക്സഡ് ബ്ലേഡുകൾ ഇത് ചെയ്തിട്ടുണ്ട്, ഈക്വൽ സ്പേസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഡ്രം എന്നുള്ളത് റൊട്ടേറ്റിംഗ് പാർട്ടാണ്. ആ റൊട്ടേറ്റിംഗ് പാർട്ടിൽ ബ്ലേഡുകൾ വെച്ചിട്ടുണ്ട്. അത് റൊട്ടേറ്റിംഗ് ബ്ലേഡാണ്. കാരണം ഡ്രം റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഈ ബ്ലേഡും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ആൾട്ടർനേറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഒരു ഫിക്സഡ് ആണെങ്കിൽ ഒരു ഫിക്സഡ്, ഒരു റൊട്ടേറ്റിംഗ്, ഒരു ഫിക്സഡ് റൊട്ടേറ്റിംഗ്, അങ്ങനെ ഈക്വൽ സ്പേസിങ്ങിലാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിലാണ് എയർ കയറുന്നത്, കംപ്രസ്ഡ് എയർ പുറത്തേക്ക് പോകുന്നത് ടുവേർഡ്സ് റൈറ്റ് സൈഡിലൂടെയാണ് പോകുന്നത്. അതിൻ്റെ വർക്കിംഗ് നോക്കാം നമുക്ക്. It consists of casing and central drum which is driven by prime mover. The blades fitted to the casing are stationary, whereas the moving blades are attached to the drum. എന്നാൽ കേസിങ്ങിൽ ഫിക്സ് ചെയ്തേക്കുന്ന ബ്ലേഡുകൾ സ്റ്റേഷനറി ആണ്, ഡ്രമ്മിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന ബ്ലേഡുകൾ മൂവിങ് ആണ്. ഫിക്സഡ് ആൻഡ് മൂവിങ് ബ്ലേഡ്സ് ആർ അറേഞ്ച്ഡ് ആൾട്ടർനേറ്റ്ലി. എ പെയർ ഓഫ് ഫിക്സഡ് ആൻഡ് മൂവിങ് ബ്ലേഡ്സ് ഈസ് കൺസിഡേർഡ് ടു ബി വൺ സ്റ്റേജ് ഓഫ് കംപ്രസർ. ഒരു പെയർ ഫിക്സഡും മൂവിങ് ബ്ലേഡും ഒരു സ്റ്റേജ് കംപ്രസറായിട്ട് ആക്ട് ചെയ്യുന്നു. ദ ഫ്ലോ ഓഫ് എയർ ഈസ് എസെൻഷ്യലി ആക്സിയൽ ആൻഡ് പ്രഷർ ഇൻക്രീസസ് ഇൻ ബോത്ത് ഫിക്സഡ് ആൻഡ് മൂവിങ് ബ്ലേഡ്. ഇൻ മൂവിങ് ബ്ലേഡ് ദ പ്രഷർ ഓഫ് എയർ റൈസസ് ഫർദർ ഡ്യൂ ടു ദ ഡിക്രീസ് ഇൻ റിലേറ്റീവ് കൈനറ്റിക് എനർജി ഓഫ് ദ എയർ. എന്നാൽ രണ്ടിടത്തും പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഫിക്സഡ് ബ്ലേഡിലും മൂവിങ് ബ്ലേഡിലും പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. മൂവിങ് ബ്ലേഡിൽ പ്രഷർ കൂടുന്നത് എങ്ങനെയാണ്? കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യുന്ന കാരണത്താൽ അവിടെ പ്രഷർ എനർജി ഇൻക്രീസ് ചെയ്യുകയാണ്. ഫൈനൽ ദ എയർ അറ്റ് ഹൈ പ്രഷർ ലീഡ്സ് ടു ഡെലിവറി പൈപ്പ് ഫ്രം ദ കേസിംഗ്. അങ്ങനെ അത് പ്രഷർ കൂടിയിട്ട് അങ്ങനെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അത് എത്തുമ്പോൾ ഗ്രാജ്വലി ഇങ്ങനെ പ്രഷർ ഇൻക്രീസ് ചെയ്ത് അവസാനത്തുമ്പോഴേക്ക് നന്നായിട്ട് പ്രഷർ ഇൻക്രീസ് ചെയ്ത് അത് ഡിസ്ചാർജ് ആവും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.